സിനിമയിൽ ഓൾസോ ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് ഇതിൻ്റെ ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോ സീനും റിട്ടൺ ആണ്. പക്ഷേ മേജർ നമുക്ക് തന്നൊരു ലിബർട്ടി പലപ്പോഴും ക്യാമറ വെച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് പറയും, എന്നോടും ജാവേദ് ജാഫ്രിയോടും ഒന്ന് പറയും, നിങ്ങൾ സീൻ വായിച്ചാണല്ലോ, അതെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഈ സീനിൽ നടക്കേണ്ടതെന്ന്. ഇപ്പോൾ നൗ ലെറ്റ്സ് ഫൊഗെറ്റ്, ഇനി എഴുതിയിരിക്കുന്ന കാര്യം വിട്ടേക്കൂ. നിങ്ങൾ ഇംപ്രോംപ്റ്റു ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ പെർഫോം ചെയ്യും, എന്നിട്ട് നമുക്കതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എവറി സീൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റിഹേഴ്സലൊന്നും ചെയ്യാതെ ഓക്കെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ പറയുക, അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പം അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രണ്ട് ആക്ടേഴ്സ് തമ്മിലുണ്ടാകേണ്ട ഒരു എന്താ പറയുക ഒരു കോർഡിനേഷനാണ്. ഇപ്പോൾ അവർ തമ്മിൽ ഒരു ധാരണയില്ലെങ്കിൽ ഇങ്ങനൊരു ഇംപ്രോംപ്റ്റു പെർഫോമൻസ് ഒക്കെ അസാധ്യമാണ്. അപ്പോൾ അതിന് ഞാൻ നന്ദി പറയേണ്ടത് ജാവേദിനോടാണ്. കാരണം അദ്ദേഹം ഒരു വളരെ വളരെ സീനിയർ ആക്ടറാണ്. ഞാൻ ആക്ച്വലി ആളുടെ ഭയങ്കര ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു നല്ല സിനിമകളിൽ വളരെ കുറച്ച് സിനിമകളെ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. ഞാനതിൽ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആരാധനയുള്ളൊരു നടനാണ്. അങ്ങനെയുള്ള ഒരാൾ ശരിക്കും എന്താ പറയുക ഒരു സ്റ്റുഡൻറ്റിനെ പോലെയായിരുന്നു. നമ്മൾ വന്നിട്ട് പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനി അല്ല. ഇത് ജാവേദ് ജാഫ്രി ഇതിൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ജാവേദ് ജാഫ്രിയോട് ഞാനും ഹരീന്ദ്രൻ അറിയാവുന്ന ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ അതിനൊരു സബ് ടൈറ്റിലിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും ഈ സിനിമയിലെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഗുണം ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹക്ക നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം മരിച്ചുപോയി. ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റിൽ ഹക്ക മരിച്ചുപോയി. ഹക്ക ഒരു ഓപ്പറേഷൻസ് ഡോഗായിരുന്നു. നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്ടർ 44 ആൾ വന്നിട്ട് സർ റിയലി സോറി, നമുക്കിങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടി, സോ ഒരു വീട് റെയ്ഡ് ചെയ്യാൻ പോകണം, ഹക്കേനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഹക്കയെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ ഇവൻ വീണ്ടും ഒരു വളരെ ഫ്രണ്ട്ലി ലാബ്രഡോറാണ്. പക്ഷേ തലേദിവസം രാത്രി ഹി മൈറ്റ് ഹവ് ഹെൽപ് ദി ആർമി ടു ക്യാപ്ചർ ഓർ കിൽ 6 ഇൻഫിൽട്രേറ്റേഴ്സ് ഓർ 6 ടെററിസ്റ്റ്. അപ്പോൾ അത് ശരിക്ക് നമുക്കൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉള്ളൊരു ബഹുമാനം ഈ ഹക്കയോടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹക്ക മരിച്ചുപോയി. ഞാനൊരു ഭയങ്കര ഡോഗ് ലവറാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ച സമയം മുതൽ ഇന്ന് വരെ പട്ടികളില്ലാത്തൊരു സമയം എനിക്ക് ഓർമ്മയില്ല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാനൊരു ഡോഗ് ലവറായി വളർന്ന, എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ശരിക്കും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ ഇവൻ്റെ കൂടെ ഒരുപാട് സമയം, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഒരുപാട് സമയം ഇവൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം എനിക്ക് അവിടെ നിന്നൊരു കോൾ കിട്ടി, ഇങ്ങനെ സോറി ടു സേ ദറ്റ്. അപ്പോൾ ആക്ച്വലി ദേ ഹാഡ് ദി കേർട്സി, ഇങ്ങനെ ഹക്ക മരിച്ചപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, വി നീഡ് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു, എന്നിട്ട് വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു സോ സോറി ബട്ട് വി തോട്ട് യു ഷുഡ് നോ, അങ്ങനെ ഇന്നലെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അഗെയിൻ ഇപ്പോൾ ഈ സിനിമ മുകുന്ദിനും ഹക്കയ്ക്കും ഒക്കെ വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സിനിമ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതൊരു സക്സസ്ഫുൾ ഫിലിം ആകുക എന്നുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാർ കണ്ടു, ആ സിനിമ ആഘോഷിക്കപ്പെട്ടു, അതൊരു എന്നും നിലനിൽക്കുന്നൊരു കലാസൃഷ്ടിയായി ഇനി ഇവിടെ ഉണ്ടാകും എന്ന് നമുക്ക് തന്നെ ബോധ്യമാകുമ്പോഴാണ് ആ സിനിമ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. ഓഫ്കോഴ്സ് മറ്റ് കാരണങ്ങളാൽ ഒരു സിനിമ പ്രിയപ്പെട്ടതാകാം. നമുക്കൊരു പേഴ്സണൽ മെമ്മറി അസോസിയേറ്റ് ചെയ്ത ഒരു സിനിമ. തീർച്ചയായിട്ടും ആ രീതിയിൽ പിക്കറ്റ് 43 എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. കാരണം ഇനിയും ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓഫ്കോഴ്സ് ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇനിയും ഇത്തരം ഒരു സബ്ജക്റ്റ് എനിക്ക് താല്പര്യമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഒരിക്കലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു സിനിമ ഒരിക്കലുണ്ടായപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മെമ്മറി ഫോർ മീ. മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് ഓഫീസേഴ്സിനോടൊരു ബഹുമാനം തോന്നേണ്ടത് ഈ സിനിമ കണ്ടിട്ടാകരുത്, അതല്ലാതെ തന്നെ ഒരു ബഹുമാനം തോന്നണം ഐഡിയലി. പക്ഷേ ഈ സിനിമ എന്തെങ്കിലും രീതിയിലൊരു പുതിയ ചിന്ത പ്രേക്ഷകരിൽ ഉളവാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം അത് ഇതായിരിക്കണം എന്നാണ്. കാരണം ആർമി, എയർഫോഴ്സ്, നേവി എന്ന് പറയുമ്പോൾ
പലപ്പോഴും നമ്മൾ അറിയുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് ഓഫീസേഴ്സിനെ കുറിച്ചാണ്. ഓഫീസേഴ്സ് ഉണ്ട്, എല്ലാ ഡിഫൻസ് വിങ്ങിലും ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാ ഡിഫൻസ് വിങ്ങിലും സോ കോൾഡ് ഫുഡ് സോൾജേഴ്സ് ഉണ്ട്. ഹവിൽദാസ്, ജവാൻസ്, സുബേദാസ്, ഫുഡ് സോൾജേഴ്സ് ഉണ്ട്. ഇവരുടെ ലൈഫിനെ പറ്റി എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരാൾക്ക് പൂർണ്ണമായ ഒരു അറിവുണ്ടാകുന്നു. ഞാൻ ഈ സിനിമ വിൻ്റർ ഷൂട്ട് ചെയ്തപ്പോൾ -24°C വരെ -24°C വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അത്തരം ടെമ്പറേച്ചേഴ്സിലും രാവിലെ 4:30 മണിക്ക് എണീറ്റ് ചൂടുവെള്ളം പിടിക്കാൻ അവരുടെ ബാരാക്കിൽ നിന്നും ഓൾമോസ്റ്റ് 1/2 കിലോമീറ്റർ നടന്ന് ചൂടുവെള്ളം പിടിച്ച് തിരിച്ചു വന്ന് അവരുടെ കമ്മ്യൂണിറ്റി ബാത്റൂംസിൽ കുളിച്ച് 5:15 റെഡിയായി 5:30 ഫോളനായി. ദേ ഷുഡ് ബി റെഡി ഫോർ ആക്ഷൻ. അത് ഒരു ദിവസമല്ല, ഇറ്റ്സ് എവറി സിംഗിൾ ഡേ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഓർത്തു വലിയ പാടായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാനേ പറ്റുള്ളൂ. അവിടെ -24 പോയി നിൽക്കണം, അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ സിനിമ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും ഫുഡ് സോൾജേഴ്സിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ജവാന്മാർക്ക് വേണ്ടിയുള്ളതാണ്.